ഒരു ചെറിയ കഥ അതിനാവാം ഇന്നത്തെ തുടക്കം. ഒരു പിശുക്കൻ്റെ കഥയാണ്. അയാളും അയാളുടെ ഭാര്യയും കൂടിയിട്ട് താമസിക്കുകയായിരുന്നു. അപ്പോൾ ഇയാൾ എന്നും സന്ധ്യ നേരമായിക്കഴിഞ്ഞാൽ ഇയാൾ വിളക്കൊളുത്തും, ഇയാൾ ചന്ദനത്തിരിയും കത്തിക്കും. അത് കഴിഞ്ഞ് ഇയാൾ പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ തിരി വലിച്ചിടും. കാരണം ആ തിരി നാളേക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ചന്ദനത്തിരി കുത്തി കെടുത്തും അത്, കാരണം അത് വീണ്ടും നെക്സ്റ്റ് ഒരാഴ്ചയ്ക്കൊക്കെ 10-14 ദിവസത്തേക്ക് അത് ഉപയോഗിക്കാമല്ലോ, ഒരു തിരി ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ചെയ്യും. എന്നിട്ട് ഇയാൾ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറി മേടിക്കാൻ വേണ്ടി ഇയാൾ മാർക്കറ്റിലേക്ക് പോകും. ഇന്നും അതേപോലെ തന്നെ ചെയ്തു, പ്രാർത്ഥിച്ചു, വിളക്ക് കെടുത്തി അയാൾ എന്ത് ചെയ്തു, മാർക്കറ്റിലേക്ക് ഇറങ്ങി. നടന്നു പോയിക്കൊണ്ട് കുറച്ച് ദൂരം, ഒരു പകുതി ദൂരത്തോളം എത്തിയപ്പോൾ അയാൾക്ക് പെട്ടെന്ന് അയാൾ ഓർത്തു, അയ്യോ ഞാൻ ചന്ദനത്തിരി കുത്തി കെടുത്താൻ മറന്നു പോയിട്ടുണ്ട്, വിളക്കിൻ്റെ തിരി വലിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ വിളക്കാകതായി. പിശുക്കനാണല്ലോ, അതൊരു 10 ദിവസം 14 ദിവസത്തേക്ക് ഓടാനുള്ള ചന്ദനത്തിരിയാണ്. ഉടനെ അയാൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അയാൾ വീട്ടിലേക്ക് ഓടി കയറിയ സമയത്ത് ഭാര്യ ചോദിച്ചു, നിങ്ങളെന്താ തിരിച്ചു വന്നത്, സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ, ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു ചോദിച്ചു. ഒന്നും പറയണ്ട, പകുതി ദൂരെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ ആ ചന്ദനത്തിരി കെടുത്തിയിട്ടില്ല, അപ്പം ഞാനത് കെടുത്താൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പം ഭാര്യ ചോദിച്ചു, നിങ്ങൾക്കല്ലേ പ്രാന്തണ്ടോ, ഞാനത് നിങ്ങൾ പോയ ഉടനെ തന്നെ അത് എന്ത് ചെയ്തു, അത് കുത്തിക്കെടുത്തി, നിങ്ങൾ വെറുതെ പോന്നു, ആ ചെരുപ്പ് തേഞ്ഞു, വെറുതെ ഇപ്പം തിരിച്ചു പോന്നിട്ട് ഇനിയിപ്പോൾ വീണ്ടും പോണ്ടേ, ആ ചെരുപ്പ് തേഞ്ഞു എന്നാണ്. നീ പേടിക്കണ്ട, നീ വിഷമിക്കണ്ട, ചെരുപ്പൊന്നും തേഞ്ഞിട്ടില്ല, ഞാൻ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടാണ് തിരിച്ചിങ്ങോട്ട് നടന്നു വന്നത് എന്ന് പറഞ്ഞു. വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമ്മൾ ചില സമയത്ത് ഒരാളെക്കുറിച്ച് നമ്മൾ ചോദിക്കും, വേറൊരാളോട് ചോദിക്കും അല്ലേ, അയാൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അത് നമുക്ക് ചോദിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അയാളെ ഡയറക്റ്റ്ലി വലിയ പരിചയമില്ല. അപ്പം നല്ല പരിചയമുള്ള, അവരായിട്ട് നല്ല അടുപ്പമുള്ള ഒരാളോട് നമ്മൾ ചോദിക്കും, അഭിപ്രായം ചോദിക്കും. അപ്പോൾ അവർ പറയും, അഭിപ്രായം പറയും, കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യനാണ്, നല്ല ജോലിയൊക്കെ ഉള്ള ആളാണ്, അയാൾ അത്യാവശ്യം നല്ല പെരുമാറ്റമൊക്കെയാണ്, പക്ഷേ നല്ല പിശുക്കനാണ് അയാൾ എന്ന് പറയും. അപ്പോൾ ഉടനെ നമ്മുടെ ഉള്ളിലേക്ക് അയാളെക്കുറിച്ച് ഒരു ബാക്കി കുറേ പോസിറ്റീവുകൾ കേട്ടു, ഒരു നെഗറ്റീവ് നമുക്ക് കിട്ടും. പറഞ്ഞ ആൾക്കും ഒരു ആശ്വാസമായി. കുറേ നല്ലത് മാത്രമല്ല പറഞ്ഞ്, കാരണം എല്ലാം നല്ലത് പറഞ്ഞാൽ അങ്ങോട്ടും ഇതായാലും അയാളെക്കുറിച്ച് അറിയില്ല, അപ്പം ഒരു നെഗറ്റീവും കൂടിയും പറഞ്ഞ ആൾക്കും സമാധാനമായി. കേട്ട നമുക്കും പിന്നെ എന്താ പിശുക്ക്, അപ്പോൾ ഒരു നെഗറ്റീവ് അയാളെ പറ്റി വന്നു. അപ്പം നമുക്ക് ഇന്ന് ആലോചിക്കേണ്ടത്, ഈ പിശുക്ക് എന്ന് നമ്മൾ വേറൊരാൾക്ക് പിശുക്കുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന മാനദണ്ഡം എന്താണ് എന്നൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പം ചില ആൾക്കാർ പിശുക്കിന്, ഞാൻ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് നോക്കുമ്പോൾ എനിക്കൊരു 2 വശം ഇതിനുണ്ട്. പിശുക്കിന് പോസിറ്റീവായിട്ടുള്ള വശങ്ങളും ഉണ്ട്. അതായത് ഇപ്പം നമ്മളൊന്ന് നോക്കി നോക്കൂ, നമ്മൾ ഒരാളെ പിശുക്കനാണ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ വിചാരിച്ച പോലെ അയാൾ ഒരു ഫൈനാൻഷ്യലി എക്സ്പെൻസസ് ഒന്നും അങ്ങനെയല്ല അയാൾ ചെയ്തതെന്നുണ്ടെങ്കിൽ, ചിലവുകളൊന്നും അയാൾ അങ്ങനെയല്ല ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ പിശുക്കനാണ് അല്ലേ. ഇപ്പം നമ്മളൊരു 5 പേര് ഫ്രണ്ട്സോ അല്ലെങ്കിൽ 5 പേര് നമ്മൾ റിലേറ്റീവ്സോ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഒരു ഓഫറൊക്കെ വന്നു, ഓഫർ ഡീലൊക്കെ വന്നു. നമ്മൾ 3 പേരും അത് ഓർഡർ ചെയ്തു, കണ്ട വഴിക്ക് ഓഫർ കണ്ടു, അത് ഓർഡർ ചെയ്തു. 2 പേര് അത് എടുത്തില്ല, ആ ഓഫർ ഡീൽ എടുത്തില്ല. ഉടനെ പറയും അല്ലേ, അവൾക്ക് നല്ല പിശുക്കാ, അവൾ അങ്ങനെയൊന്നും ചിലവാക്കില്ല. അപ്പം നെഗറ്റീവായിട്ടാണ് അവിടെ പറഞ്ഞത്. ആ 2 പേർക്കും പിശുക്കത്തി അല്ലെന്ന് ഒരു ടാഗ് ലൈൻ കിട്ടി. സത്യത്തിൽ അവർ ചെയ്തത് നമുക്ക് തെറ്റാണ്, അതവരൊരു നെഗറ്റീവാണ് എന്ന് പറയാൻ പറ്റുമോ? അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് ഓവർ സ്പെൻഡിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ഈ ഓഫേഴ്സിലൊന്നും വലിയ വിശ്വാസം ഉണ്ടാവില്ല. അവരുടെ ക്യാരക്ടറിൽ അവരങ്ങനെ ആയിരിക്കാം അവർ ചെയ്യുന്നത്. അങ്ങനെ കണ്ടത് തോന്നിയ പോലെ പർച്ചേസ് ചെയ്യുന്ന ഒരു ബിഹേവിയർ അവർക്ക് ഉണ്ടാവില്ല. ഒരു മിതത്വത്തോടു കൂടി പർച്ചേസ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ശീലമാണ് അവർക്കുള്ളത്. പക്ഷെ ഇവർക്കൊരു അപ്പോൾ അവിടെ മറ്റേ ആൾ വെച്ചിട്ടുള്ള ആ സ്കെയിൽ എന്താണ്, എന്ത് ഓഫേഴ്സും ഇതും കണ്ടു കഴിഞ്ഞാൽ വാരി വലിച്ചു വാങ്ങിയിട്ടില്ലെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും, പിശുക്കുള്ളത് കൊണ്ടാണ് എന്ന് പറയും. ഇനി ഇതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത്, ഈ പിശുക്ക് കാരണം കൊണ്ട് വേറൊരാൾക്ക് അല്ലെങ്കിൽ അവരവർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ആ പിശുക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ ശരിയാണ്, അത് നമുക്ക് ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയാം.
ഇപ്പം നമുക്ക് അസുഖം വന്നു, ഡോക്ടറെ കാണേണ്ട സമയമാണ്, മെഡിസിനൊക്കെ എടുക്കേണ്ട സമയമാണ്. എന്തുകൊണ്ടാണ് ഡോക്ടറെ കാണാൻ പോവാത്തെന്ന് ചോദിച്ചാൽ ആ 200 രൂപ ഡോക്ടർക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അത് അയാൾക്ക് ദോഷം ചെയ്തു. അയാളെ നമുക്ക് നല്ലോണം ഫൈനാൻഷ്യലി നല്ലോണം സേഫുമാണ്, പൈസയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, എമർജൻസി ഫണ്ടുകളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഭാവിയിൽ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തില്ല. അവിടെ ശരിയാണ്. അയാളെ സംബന്ധിച്ച് ആ ഫ്രേസ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇയാൾ എന്ത് ചെയ്യുന്നു? ഇയാൾ പുറത്തേക്കൊക്കെ വേറെ ചില ആൾക്കാരുണ്ട്, പുറത്തേക്കൊക്കെ നല്ലോണം ചിലവഴിച്ചു, നല്ല ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. അയാളുടെ വീടിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർക്കും മെമ്പേഴ്സിനും ഇയാൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക? ഇയാൾ ഭയങ്കര പിശുക്ക് കാണിക്കുക. അതായത് ഒരു ലൈറ്റോ ഫാനോ ഒന്നും അറിയാതെ കുറച്ച് നേരം ഒന്ന് ഓൺ ചെയ്തിട്ട് അതിനെ ഭയങ്കരമായി ഫ്ലെയർ അപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നു, കൊണ്ടുപോയി കാണിക്കുന്നില്ലേ, ഡോക്ടറെ കാണിക്കാതിരിക്കുക. അതേസമയം അയാൾ പുറത്ത് വേറെ വല്ലവരും ആണെങ്കിൽ അയാൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അയാൾ വേഗം കൊണ്ടുപോടി അവരെ അപ്പോൾ വീട്ടിലേക്കുള്ള ആൾക്കാർക്ക് ഇയാൾ എന്ത് ചെയ്യുക? ഇയാൾ ചെയ്യാതിരിക്കുക. അങ്ങനെ വരുമ്പോഴും അതെന്തായി? അതൊരു നെഗറ്റീവായി. അതല്ലാതെ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ സത്യത്തിൽ പിശുക്കിന് നെഗറ്റീവായിട്ടുള്ളൊരു വശമുള്ളൂ. ഒന്നും കൂടി എനിക്ക് ഇതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആ ക്യാരക്ടർ കൊണ്ട് അവരവർക്കോ അവരവരുടെ ഫാമിലി മെമ്പേഴ്സിനോ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? അയാളുടെ ആ ക്യാരക്ടർ. ബാക്കിയുള്ള എല്ലാ രീതികളിലും നോക്കുന്ന സമയത്തും പലപ്പോഴും പലരും പിശുക്കനാണ് അല്ലെങ്കിൽ പിശുക്കത്തിയാണ് എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ചില ഏരിയയിൽ മാത്രമായിരിക്കാം നമ്മൾ എന്ത് കാണിക്കുന്നുണ്ടാവുള്ളൂ? പിശുക്ക് കാണിക്കുന്നുണ്ടാവുള്ളൂ. എല്ലായിടത്തും നമ്മൾ പിശുക്ക് കാണിക്കുന്നുണ്ടാവില്ല. ചില ഏരിയയിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു 10 പേര് പിരിവിന് വന്നു. അപ്പോൾ പിരിവിന് വരുമ്പോൾ അവർ നമ്മുടെ വീടും ഇതുമൊക്കെ കേട്ടിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടിട്ട് അവർ നമുക്ക് നല്ലൊരു എമൗണ്ട് എന്തായാലും അവർ കുറച്ച് കൂട്ടിയിടും. അവർ റെസീറ്റ് എഴുതിയിട്ടുള്ളത് കുറച്ചൊരു ഹയർ എമൗണ്ടിനാണ് അവർ റെസീറ്റ് എഴുതിയിട്ടുള്ളത്. നമ്മളൊന്ന് എന്ത് ചെയ്തു? നമ്മൾ അവരെയൊക്കെ കുറച്ച് കുറവ് കൊടുത്തു മേടിച്ചോളൂ. നമുക്കത് കൺവിൻസ് ചെയ്ത് എങ്ങനെയൊക്കെ അവരെ കൺവിൻസ് ചെയ്ത് നമ്മൾ കുറവ് കൊടുത്തു. ഈ ഇറങ്ങി പോകുമ്പോൾ ഈ 10 ആളും നമ്മളെ പറ്റി പറയും, ഭയങ്കര പിശുക്കനാണ്, ഒരു 10 പൈസ അയാൾ കൂടുതൽ തന്നില്ല എന്ന് പറയും. സത്യത്തിൽ അതപ്പോൾ നെഗറ്റീവായിട്ടാണ് ആ 10 ആളും അയാളെ ഡിഫൈൻ ചെയ്തത്. പക്ഷെ സത്യത്തിൽ അയാൾ നോക്കിയോളൂ, അയാൾ ചിലപ്പോൾ അയാളുടെ ക്യാരക്ടറിൽ ചില കാര്യങ്ങൾക്ക് അത്രേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുള്ളൂ. സോ അതിനനുസരിച്ചാണ് അയാൾ അത് എന്ത് ചെയ്തിട്ടുള്ളത്. വേറെ പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ടാവാം, വേറെ വയ്യാത്ത ആൾക്കാർക്ക് അയാൾ കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അയാൾ ചാരിറ്റി ചെയ്യുന്നുണ്ടാവാം. എനിക്കെന്നെ അറിയാം, എനിക്ക് പരിചയത്തിലുള്ള ഒരു ഇതുണ്ട്. അയാൾ ഭയങ്കരമായിട്ട് ഇതുണ്ട്, അതായത് പൈസ പലിശയ്ക്ക് കൊടുക്കും നന്നായിട്ട്. കാരണം കടക്കാർക്കൊക്കെ ഇങ്ങനെ പലിശയ്ക്ക് കൊടുക്കും. നമ്മൾ പറയില്ലേ ബ്ലേഡാണ് എന്ന് പറയും. അയാൾ വൈകുന്നേരം ആകുമ്പോൾ പലിശയൊക്കെ കളക്ട് ചെയ്യും. കറക്റ്റാണ്, ഹൈഫൈ ആണ് എല്ലാം. കാരണം അതാണ് അയാളുടെ മെയിൻ ഇൻകം. അയാൾ കടക്കാരുടെ നിന്നൊക്കെ നടന്ന് പോയിട്ട് കളക്ട് ചെയ്യും, അത് ചെയ്യും. നല്ല റിസോഴ്സ് ഉണ്ട്, ഫൈനാൻഷ്യലി ഭയങ്കര ഹൈ ലെവലിലാണ്. അയാളുടെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാണ്? അയാൾ ഒരു ഓർഫണേജിന് ഈ പൈസ കൊടുക്കുന്നുണ്ട്. അയാൾ എല്ലാ മാസവും എത്രയോ കുട്ടികളെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാൾ നോക്കുന്നുണ്ട്. പക്ഷേ പുറമേ ഒക്കെ ഇയാളെ പറയാം, ബ്ലേഡ്, വട്ടിപ്പലിശക്കാരൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അയാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ച ആളുടെ കയ്യിൽ നിന്ന് കൃത്യമായി പലിശയും ഒക്കെ പറഞ്ഞ ആൾക്കാരിൽ നിന്ന് അയാൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ അവിടെ അയാൾക്ക് ഒരു ക്യാരക്ടറിൽ അയാൾക്ക് എന്ത് കൊടുത്തു? ഒരു നെഗറ്റീവ് ഇമേജ് കൊടുത്തു. അയാളുടെ മറുവശം അയാൾ കുറേ നല്ലത് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ ആരുടെ നിന്നും കടം ചോദിച്ചു എന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഒരാളുടെ നിന്ന് നമുക്ക് കടം ചോദിച്ചു. നമ്മൾ ആരുടെ എന്താ കടം ചോദിക്കുക? നമുക്ക് തോന്നുകയാണ് നമ്മളെക്കാൾ ഫൈനാൻഷ്യലി സേഫാണ്, ഹൈ ആണ്, നമ്മൾ അവരെ നിന്ന് എന്ത് ചോദിക്കുന്നു? കടം ചോദിക്കുന്നു. നമ്മൾ പോയി ചോദിച്ചപ്പോൾ അവർ പൈസ തന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവർ പറഞ്ഞു. നമ്മൾ ഉടനെ അയാളെ പേരിടും അല്ലേ? എന്താ നമ്മൾ പേരിടുക? പിശുക്കൻ, ഒരു 10 പൈസ തന്നില്ല എന്ന് പറയും. അയാൾ സൂക്ഷിച്ച് വെച്ച് വെൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന എമൗണ്ടിൽ നിന്ന് അയാൾ നമുക്ക് തന്നില്ല എന്ന്. അപ്പം നമ്മൾ വിചാരിച്ച പോലെ അയാൾ ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തു പേര് കിട്ടി? പിശുക്കനാണ്. അല്ലെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിച്ചു? പിശുക്കനാണ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ മൈസർ, ഇംഗ്ലീഷൊന്നും മൈസർ, ഇത് പോസിറ്റീവ്സും ഉണ്ട്, ഇതിൽ നെഗറ്റീവ്സും ഉണ്ട്. ഇതിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിശുക്കൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
കാരണം അതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ച് പ്ലാനിങ് ഉണ്ട്, നമുക്ക് എമർജൻസീസിന് വേണ്ടി നമ്മൾ ഫണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ കടം വാങ്ങിക്കാൻ തീരെ ആഗ്രഹിക്കാത്ത ആളാണ്. ഇങ്ങനെയുള്ള കുറേ പോസിറ്റീവ്സ് നമുക്കുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ പ്രയോറിറ്റിയിൽ ഇതാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ കേട്ട ഉടനെ അയ്യോ എന്നെ ഇനി നാളെ തൊട്ടിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ 5 പേര് ഞങ്ങൾ ഫ്രണ്ട്സ് ഇരുന്നു, ഓഫർ വന്നു, കഴിഞ്ഞ പ്രാവശ്യം എന്നെ പിശുക്കത്തിന്ന് പറഞ്ഞു, ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടമില്ല അത് വാങ്ങിക്കാൻ, എന്നാലും എൻ്റെ തലേന്ന് ആ പേര് പോവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം പോയിട്ട് എന്ത് ചെയ്യും, വാങ്ങിക്കാൻ നിൽക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നല്ലതിനാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല വശവും ഉണ്ട്. നമ്മൾ അവരോട് പറയും എനിക്കിഷ്ടമില്ല, ഞാൻ അങ്ങനെ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് നമ്മളുടെ ഈ പിശുക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്, അപകടം ഉണ്ടാവരുത്. ഇപ്പോൾ ഈ 2 പേരും എന്താ ചെയ്തത്? സത്യത്തിൽ അവരുടെ ഒരു മിനിമലിസം എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അനാവശ്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യില്ലെന്ന്. ആ മിനിമലിസം അല്ലെങ്കിൽ മിതവ്യയം എന്നൊക്കെ പറയുന്ന അതാണ് കോംപ്രമൈസ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ ഈ മിനിമലിസം എന്ന് പറയുന്ന ഈ മിതവ്യയം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പിശുക്കായിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ചില സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇനി ഞാൻ ആ കഥയിലേക്ക് വരാം. സത്യത്തിൽ നോക്കി നോക്കൂ, ആ മനുഷ്യൻ, പിശുക്കനായ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുണ്ട്, അയാൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അയാൾ ഹാപ്പി ആയിട്ടാണ് തിരിച്ചോടി ഇങ്ങോട്ട് വന്നത്, കയ്യിൽ ചെരുപ്പം പിടിച്ച് തിരിച്ചോടി ഇങ്ങോട്ട് വന്നത്. ഇനി ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായോ? ഒരു വിഷമം ഉണ്ടായില്ല. കാരണം അവർക്ക് വിഷമം ഉണ്ടായത് ഇവർ തിരിച്ചു വന്നത് ഇങ്ങനെ ആയല്ലോ എന്നുള്ളതാണ്. അത് അപ്പം തന്നെ ഭാര്യയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? അവർക്കും വിഷമമില്ല. ഇനി നമ്മൾ നാട്ടുകാർക്ക് ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ എന്തിനാണ്, ഇപ്പം ഞാനടക്കം ആ കഥയുടെ സ്റ്റോറി ടാഗ് എങ്ങനെ, ടൈറ്റിൽ എന്താ പറഞ്ഞത്, ഒരു പിശുക്കൻ്റെ കഥ പറയാം എന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ കാഴ്ചപ്പാടിലുള്ള തെറ്റുകൊണ്ടാണ്. നമുക്കോ പിശുക്കനെ കൊണ്ട് അവനോ അവൻ്റെ വീട്ടുകാർക്കോ സമൂഹത്തിനോ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ ഒന്ന് മാറ്റിയിട്ട് അയാൾക്ക് ആ നെഗറ്റീവ് ടാഗ് ലൈൻ കൊടുക്കാതിരിക്കുന്നതാണ് ശരി എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും കാണാം ഇതേപോലെയുള്ള ടോപ്പിക്കുമായി. നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടണം. തുടക്കം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും വേണം. ബൈ.